ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ ഒരുപാട് പണം പല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നവരാണ്. നമ്മുടെ വീടുകളിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് വിവാഹം, മാമോദീസ, വിശുദ്ധ കുർബാന സ്വീകരണം തുടങ്ങിയ സാഹചര്യങ്ങളിലൊക്കെ എന്തുമാത്രം പണമാണ് മനുഷ്യരെ ദൂർത്തടിക്കുന്നത്. ഇന്ന് വിനോദയാത്രകൾക്കെല്ലാം വേണ്ടി ഒരുപാട് പണം ചെലവഴിക്കുന്ന, ദൂർത്തടിക്കുന്ന മക്കളെ നമ്മൾ കാണുന്നു. ഇവിടെ ഇന്ന് പരിശുദ്ധാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളോട് കഴിവിനൊത്ത് ചെലവ് ചെയ്തു കൊള്ളാൻ തന്നെയാണ്. പക്ഷേ മറ്റൊരു കാര്യം കൂടി പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 14-ാം അധ്യായം 11-ാം വാക്യമാണ് അതിനെക്കുറിച്ച് പറയുന്നത്. മകനെ കഴിവിനൊത്ത് ചെലവ് ചെയ്തു കൊള്ളുക, കർത്താവിന് യോഗ്യമായ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, കർത്താവിന് കൊടുക്കേണ്ടതും കൂടി കൊടുക്കാൻ മറക്കരുത്. നമ്മൾ ഈ ലോകത്തിൽ ഒരുപാട് പണം ദൂർത്തടിക്കുമ്പോൾ കർത്താവിന് വേണ്ടി കൊടുക്കാൻ മടിക്കരുതെന്ന് കർത്താവ് ഓർപ്പിക്കുന്നു. അത്തരത്തിൽ പ്രവർത്തിക്കാം.